Okay. So boys, yesterday we were discussing about kinematic synthesis. Synthesis or latest ഏറ്റവും ഒരു ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വാട്ട് വാസ് കൈനമാറ്റിക് സിന്തസിസ് എന്നത് നമുക്ക് മനസ്സിലായി അല്ലേ. കൈനമാറ്റിക് സിന്തസിസ് എന്താന്നുള്ളത്, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം അനാലിസിസ് എന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. And we also understood about the 3 stages of kinematic synthesis. എന്തൊക്കെയായിരുന്നു 3 സ്റ്റേജസ്? What were the 3 stages? ഗൂഗിള് ആൻസർ ചെയ്യും. 3 സ്റ്റേജസ് എന്തായിരുന്നു? ഗൂഗിൾ ഗംഗാധർ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ 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 എടാ ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യുമോ? ഞാൻ ഓക്കെ 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 സാർ കേൾക്കാം. ഞാൻ നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. സോ 3 stages of kinematic synthesis were type synthesis, number synthesis and then dimensional synthesis. Yes, ഗൂഗിള് കുഴപ്പമില്ല, ഞാൻ പറയാം. ഓക്കെ, കറക്റ്റ് ആണ്. ടൈപ്പ്, നമ്പർ ആൻഡ് ഡയമെൻഷണൽ സിന്തസിസ്. സോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജനറേഷൻ ആണ്, ഓർ മേക്കിംഗ് ആണ് അല്ലെ. ഒരു മെക്കാനിസം ഉണ്ടാക്കുക എന്നതാണ് കൈനമാറ്റിക് സിന്തസിസിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ബിഫോർ അല്ലെങ്കിൽ ഇനീഷ്യലി വാട്ട് വി ഹാവ് ടു ഡിസൈഡ് വിച്ച് ടൈപ്പ് ഓഫ് മെക്കാനിസം വി ഹാവ് ടു ഇൻസ്റ്റാൾ ഓർ എംപ്ലോയ് ഫോർ വാട്ട് സക്സസ്ഫുള്ളി റെൻഡറിങ് എ പ്രോസസ്. നമുക്ക് ആവശ്യമുള്ളൊരു പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മോഷൻ ജനറേറ്റ് ചെയ്തെടുക്കാൻ, വാട്ട് ടൈപ്പ് ഓഫ് മെക്കാനിസം വി ഷുഡ് ഇൻസ്റ്റാൾ ഓർ എംപ്ലോയ്. അപ്പൊ അത് ഒന്നുകിൽ ക്യാം ഫോളോവർ സിസ്റ്റം, ഗിയർ ട്രെയിൻ സിസ്റ്റം, ലിങ്കേജ് സിസ്റ്റം, എന്തുമാവാം. സോ ആഫ്റ്റർ മേക്കിംഗ് ദാറ്റ് ഡിസിഷൻ, പിന്നെ നമ്മൾ ഹൗ മെനി നമ്പർ ഓഫ് കോമ്പണൻസ്, പാർട്സ് ഓർ ലിങ്ക്സ് ഷുഡ് ബി കംപ്രൈസ്ഡ് വിത്തിൻ ദാറ്റ് മെക്കാനിസം, ആ ഡിസിഷനാണ് എടുക്കേണ്ടത്. ദാറ്റ് വി ടേക്ക് യൂസിങ് ദ, അല്ലെങ്കിൽ ആ സ്റ്റേജിന് വി കോൾ ഇറ്റ് ആസ് എ നമ്പർ സിന്തസിസ് പ്രോസസ്. And after we have decided upon what kind of mechanism we are going to install and what are the number of components or links that should be coming within that system, then we'll go for the dimension synthesis, or we'll have to decide upon the dimensions of each components specified for each components as building blocks for that particular mechanism. ലിങ്കുകളാണെങ്കിൽ അതിൻ്റെയൊക്കെ ലെങ്ത്തുകൾ, ഓറിയന്റേഷൻ, ഇൻക്ലിനേഷൻ, ആ കാര്യങ്ങൾ. ക്യാം ഫോളോവർ ആണെങ്കിൽ സൈസ് ഓഫ് ക്യാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊഫൈൽ ഓഫ് ക്യാം ടു ബി യൂസ്ഡ്, പിന്നെ ഫോളോവറിന്റെ സ്പെസിഫിക്കേഷൻസ്, വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് വെലോസിറ്റീസ് ഓർ ആക്സിലറേഷൻ ദാറ്റ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ്, ആ കാര്യങ്ങൾ. ഗിയർ ട്രെയിൻ സിസ്റ്റംസ് ആണെങ്കിൽ ദ സ്പെസിഫിക്കേഷൻസ് റിഗാർഡിങ്, അല്ലെങ്കിൽ എന്താ പറയുക, വിത്ത് റെസ്പെക്ട് ടു ഗിയേഴ്സ് ലൈക്ക് പിച്ച് സർക്കിൾ ഡയമീറ്റർ, മൊഡ്യൂൾ, സർക്കുലർ പിച്ച്, എക്സെട്ര എക്സെട്ര. So these were the 3 stages coming under kinematic synthesis. ഈ 3 സ്റ്റേജിൽ ഡയമെൻഷൻ സിന്തസിസ്, അല്ലെങ്കിൽ the task of calculating the dimension for the particular mechanism, that based on the characteristics അല്ലെ of the mechanism, we can further divide that one into again next 3. എന്തൊക്കെയായിരുന്നു അത്? ഫങ്ഷൻ ജനറേഷൻ, പാത്ത് ജനറേഷൻ ആൻഡ് മോഷൻ ജനറേഷൻ. ആ കാര്യങ്ങളും കൂടി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. Now, as we move on, I hope you are able to see the presentation that I am presenting.
പ്രസന്റേഷൻ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഒരാളൊന്ന് ചാറ്റിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, ഫൈൻ. So type, number, dimension synthesis. Dimension synthesis ഉള്ളിലാണ്. See, read that one. And mechanism design, its design frequently requires that the input link moves, rotates or oscillates as a specified function of the motion of the input link. ഔട്ട്പുട്ട് ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ബേസിക്കലി ഫംഗ്ഷൻ ജനറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ളത് സി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഫോളോവർ ആസ് എ സ്പെസിഫൈഡ് ഫംഗ്ഷൻ ഓഫ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ക്യാം. അത് നമ്മൾ സ്പെഷ്യൽ കോണ്ടൂർ ക്യാംസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ടാൻജന്റ് ക്യാം വിത്ത് റോളർ ഫോളോവർ, സർക്കുലർ ക്യാം വിത്ത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ എക്സെട്ര. സോ ആ ടോപ്പിക്സ് പഠിക്കുമ്പോൾ വി ഹാവ് ഡിറൈവ്ഡ് സർട്ടൻ ഫങ്ഷൻസ്, കുറച്ച് ഡെറിവേഷൻസ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ, അതിൻ്റെയൊക്കെ. ഇഫ് യു ലുക്ക് അറ്റ് ദോസ് വാല്യൂസ് ഓഫ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഇക്വേഷൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓർ വെലോസിറ്റീസ്, അതൊക്കെ തീറ്റനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക ആ ഇക്വേഷൻസ്. ഇഫ് യു go through the derivations once again, you will get to know that those equations there will be theta present in the dependent function of that equations. Adana statement parna displacement of the follower as a specified function of the angle of rotation. That means let it be displacement, velocity or acceleration, those functions are dependent on or are generated as a function of what? The rotation angle, cam rotation angle theta. ഇതിനെയാണ് ഫംഗ്ഷൻ ജനറേഷൻ എന്ന് പറയുന്നത്. Now, while discussing function generation, it is important to know about a term known as precision points. Precision points എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ അതിൽ മനസ്സിലാക്കണം. What is the meaning of precision? Precision എന്ന് പറഞ്ഞാൽ accuracy ആണ്. See, to generate a particular function, it is usually quite difficult to accurately produce the desired function more than a few input points. അതായത് സപ്പോസ് ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇമാജിൻ യു ആർ ഗോയിങ് ടു എ ഷോപ്പിംഗ് മാൾ. അവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മേലേക്ക് നിങ്ങൾ യു ആർ യൂസിങ് എൻ എസ്കലേറ്റർ. ഈ എസ്കലേറ്ററിൽ കയറി നിന്നാൽ നിങ്ങൾ ജസ്റ്റ് ഇഫ് യു സ്റ്റാൻഡ് അറ്റ് എ പൊസിഷൻ, ആ എസ്കലേറ്റർ അതിലെ കൺവെയർ ബെൽറ്റ് വിൽ മൂവ് ആൻഡ് ടേക്ക് യു ഫ്രം ദാറ്റ് പൊസിഷൻ ടു യു വിൽ ബി സ്റ്റാൻഡിങ് സ്റ്റിൽ ദർ, ബട്ട് ദ പൊസിഷൻ ഓൺ വിച്ച് യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ കൺവെയർ ചേഞ്ചസ്. അത് മൂവ് ചെയ്തിട്ട് യു വിൽ റീച്ച് അറ്റ് ദ നെക്സ്റ്റ് ലെവൽ. ബട്ട് വൈൽ മൂവിങ് ചില സമയത്ത് യു വിൽ ഫീൽ സം ജെർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദ ചിലപ്പോൾ ഒരു റയറായിട്ട് സ്പീഡ് വേരിയേഷൻസ് കാണാം. അങ്ങനെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം അല്ലേ. അല്ലെങ്കിൽ തിങ്ക് അബൌട്ട് എ ഷോപ്പ് ഫ്ലോർ. അതായത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ബോട്ടിൽ മാനുഫാക്ചറിങ് ഷോപ്പ് ഫ്ലോറിനെ പറ്റി ഒന്ന് ആലോചിച്ചു. അതായത് അല്ലെങ്കിൽ ഇമാജിൻ അബൌട്ട് എ കൺവെയർ ബെൽറ്റ് ടേക്കിംഗ് യു ടു ഡിഫറെന്റ് ലെയിൻസ് ഓഫ് എൻ അസംബ്ലി. ഏതെങ്കിലും ഒരു കോമ്പണന്റ് അസംബിൾ ചെയ്യുന്ന ഒരു കൺവെയർ ബെൽറ്റിനെ പറ്റി ആലോചിച്ച് നോക്കുക. ആ കൺവെയർ ബെൽറ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഫുൾ ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ് ചെയ്ത് പോകുന്നതിനിടയിൽ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബോക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ ബോക്സിന്റെ എന്താ പറയാ താഴത്തെ സർഫസ് ഒരു സ്ഥലത്ത് ആഡ് ചെയ്ത് കൊടുത്തു. അത് മൂവ് ചെയ്ത് പോകുമ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരാള് അതിന്റെ സൈഡിൽ വെക്കേണ്ട സർഫസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. that carries the base and the sides and it moves along and on the conveyor belt. വേറെ സ്റ്റേജ് എത്തുമ്പോൾ വേറെ ആൾക്കാർ അതിന്റെ മേലെ വെക്കേണ്ട മൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇത് മൂവ് ചെയ്ത് പോയിട്ട് ഫൈനലി വി ഒബ്റ്റെയിൻ ദ റിക്വയർഡ് പ്രൊഡക്റ്റ്. സോ ദീസ് പൊസിഷൻസ് ക്യാൻ ബി ടേംഡ് ആസ് പോയിന്റ്സ്. നമ്മൾ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്ന ഓരോ പോയിന്റുകൾ, ഓരോ പൊസിഷന്റെ പോയിന്റ്സ് ആയിട്ട് വെക്കാം. ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പൊ ഈ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ എന്താണ്? ബേസിക്കലി കൺവെയർ ബെൽറ്റിലൂടെ ഈ ബോക്സ് മൂവ് ചെയ്തെത്തി, അതായത് ബോക്സ് എന്നതിന്റെ ബേസിക് ഷേപ്പ് നിന്ന് അത് ഫൈനൽ ഒരു മാനുഫാക്ചർഡ് ബോക്സ് ആയിട്ട് പുറത്തെത്തണം. സോ ഇവിടെ ആൾക്കാർ നിൽക്കുന്ന പൊസിഷനിൽ എന്താണ് നമ്മൾ ചിലപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ, ആ സ്ഥലത്തെത്തുമ്പം the speed should be a little bit reduced so that there has a sufficient time to
ഓരോ സാധനം ആഡ് ചെയ്ത് കൊടുക്കാൻ, അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ സഫിഷ്യൻ ടൈം ആ ഓരോ പോയിന്റിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുന്ന രീതിയിൽ ലിറ്റിൽ ബിറ്റ് സ്പീഡ് റിഡക്ഷൻ മൈറ്റ് ബി ദർ. ബട്ട് ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് നോർമൽ സ്പീഡായി. ഇവിടെ നെക്സ്റ്റ് പൊസിഷനിൽ ആൾ നിൽക്കുന്നിടത്ത് എത്തുമ്പോൾ അടുത്ത പോയിന്റ്, ആ പോയിന്റിൽ വീണ്ടും സ്പീഡ് കുറച്ച് കുറയും. സോ ഈ ഒരു ടോട്ടൽ ഫങ്ഷൻ ജനറലായിട്ട് നോക്കിയാൽ ദ പോയിന്റ്സ് വേർ ദ സ്പീഡ് റിഡക്ഷൻ ഷുഡ് ഒക്കർ, അതാണ് കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലേ, ഇഫ് യു കൺസിഡർ ദ ഫംഗ്ഷൻ ആസ് എ ഹോൾ. കാരണം എന്താ, ആ സ്ഥലങ്ങളിൽ ആ ഡിസൈഡ് സ്പീഡിലേക്ക് അത് റിഡ്യൂസ് ആയില്ലെങ്കിൽ അവിടെ ഈ ബോക്സോ റിലേറ്റ് ചെയ്ത കോമ്പണൻസ് നമുക്ക് ഫിറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഫൈനൽ എൻഡ് പ്രൊഡക്റ്റ് എന്താണ്, ഡിസൈഡ് ഔട്ട്പുട്ട് ആയിരിക്കില്ല തരിക. ആവശ്യമുള്ള രീതിയിലല്ല നമുക്ക് എൻഡ് പ്രൊഡക്റ്റ് കിട്ടും. ഈ പർട്ടിക്കുലർ പോയിന്റ്സിന് നമുക്ക് പ്രിസിഷൻ അല്ലെങ്കിൽ ആക്യുറസി പോയിന്റ്സ് ആയിട്ട് എടുക്കാം. എന്താണ് ഈ ആക്യുറസി പോയിന്റ്സ് സെഗ്മെന്റ്സ്? The input points at which the generated and desired functions agree are known as precision or accuracy points. നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന അതാണ് ഔട്ട്പുട്ട് അല്ലെ. അപ്പൊ ആ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ട് പോയിന്റ്സ് ഇത് തമ്മിൽ മാച്ച് ആണ്, അതായത് എക്സാക്ട് നെസസറി ആയിട്ടുള്ള ഇൻപുട്സ് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത് എന്നത് ഒരു ടോട്ടൽ ഫംഗ്ഷനിൽ ഏതൊക്കെ പോയിന്റിലാണോ ഇത് കംപ്ലീറ്റ് 100% ഇത് മാച്ച് ആയി വരുന്നത്, ദോസ് പോയിന്റ്സ് ആർ നോൺ ആസ് precision അല്ലെങ്കിൽ accuracy points. It is important that the precision or accuracy points be such that the error generated between points is minimal. അതായത് ഇവർ തമ്മിലുണ്ടാകുന്ന ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമുക്ക് കിട്ടേണ്ട ഡിസൈഡ് ഔട്ട്പുട്ടിന് ആവശ്യമുള്ളത്ര ഇൻപുട്ട് ഉണ്ടാവില്ലായിരിക്കും. ചില സമയത്ത് അതിൽ ആവശ്യത്തിൽ കൂടുതൽ ഇൻപുട്ട് കിട്ടുന്നുണ്ടാവും. ബട്ട് ദ ആക്യുറസി പോയിന്റ്സ് എന്താണ്, എക്സാക്ട് ആവശ്യമുള്ളത്ര മാത്രം ഇൻപുട്ട് നമുക്ക് കറക്റ്റ് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഔട്ട്പുട്ടും കിട്ടുന്നു. ഇത് തമ്മിൽ മാച്ച് ആകുന്ന പോയിന്റ്സ് ആണ് ആക്യുറസി പോയിന്റ്സ് അല്ലെ. സോ ഇത് മാച്ച് ആകുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ദർ ആർ എറേഴ്സ്. ദീസ് എറേഴ്സ് ആർ നോൺ ആസ് സ്ട്രക്ചറൽ എറേഴ്സ്. ഇതിനെ സ്ട്രക്ചറൽ എറേഴ്സ് എന്നാണ് പറയുക. സോ അവർ എയിം ഓഫ് കൺസിഡറിംഗ് ദ പ്രിസിഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ബേസിക്കലി ടു മിനിമൈസ് ദീസ് സ്ട്രക്ചറൽ എറേഴ്സ്. ഈ എറേഴ്സ് പരമാവധി കുറക്കാനാണ് നമുക്ക് ഈ പ്രിസിഷൻ പോയിന്റ്സ് സഹായിക്കുക. അല്ലെങ്കിൽ പ്രിസിഷൻ പോയിന്റ്സിൽ സ്ട്രക്ചറൽ എറേഴ്സ് ഷുഡ് ബി അറ്റ് ഇറ്റ്സ് മിനിമം. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ഒരു ടെക്സ്റ്റ് മെസ്സേജ് റെസ്പോണ്ട് ചെയ്യും. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ടെല്ലിംഗ്? മനസ്സിലാവുന്നുണ്ടോ? പ്ലീസ് സെൻഡ് മീ എ ടെക്സ്റ്റ്. ഓക്കെ 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 ഗുഡ് ഗുഡ്. ഇനി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രിസിഷൻ പോയിന്റ്സ് മനസ്സിലാകുന്നത് വെൻ വി സ്റ്റാർട്ട് ഡൂയിങ് ദ ന്യൂമറിക്കൽസ് ആണ്. ഈ ടോട്ടൽ സിന്തസിസിന്റെ സിസ്റ്റം ഞാൻ പറഞ്ഞ എല്ലാ തിയറി ഇന്നലെ എടുത്ത കൺസെപ്റ്റ് ഉൾപ്പെടെ എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത് 6th മോഡ്യൂളിൽ വരുന്ന ന്യൂമറിക്കലിലേക്ക് കടക്കുമ്പോഴാണ്. ഓക്കെ, ന്യൂമറിക്കൽസ് സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. Now, to obtain the precision points with regards to specific synthesis that we will be doing, നമ്മൾ ചില മെക്കാനിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് സിന്തസിസിൽ ഈ പ്രിസിഷൻ പോയിന്റ്സ് കണ്ടെത്തുന്നത് നിർബന്ധമാണ്. കാരണം എന്താ, മെക്കാനിസംസ് ദാറ്റ് വി ആർ ഇൻവോൾവ് ഇൻ ജനറേറ്റിംഗ് അല്ലെങ്കിൽ സിന്തസൈസിങ് ആർ ബേസിക്കലി ഫങ്ഷൻ ജനറേഷൻ ടൈപ്പ്. നമ്മളെ പണ്ട് ഈ സബ്ജക്റ്റിന്റെ ആദ്യം ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ എടുത്ത പോലത്തെ 4 bar അല്ലെങ്കിൽ സ്ലൈഡർ കൈ മെക്കാനിസം, ജസ്റ്റ് ഇമാജിൻ അബൌട്ട് എ 4 bar മെക്കാനിസം. ഫിഗറിൽ നമ്മൾ എപ്പോഴും ഒരു ഇൻപുട്ട് ലിങ്ക് ഔട്ട്പുട്ട് ലിങ്ക് ഉണ്ടാവും, നടുക്കൊരു കപ്ലർ ഉണ്ടാവും, താഴെ ഒരു ഫിക്സഡ് ലിങ്ക് ഉണ്ടാവും. ആ ഫിക്സഡ് ലിങ്ക് ഇൻപുട്ട് ലിങ്ക് നമ്മൾ ഒരു ആംഗിൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ ആംഗിൾ എന്താണ്, ഇറ്റ് ഡിഫൈൻസ് ദ പൊസിഷൻ അല്ലെ. അറ്റ് 60 degree ഓഫ് ദ ഇൻപുട്ട് ലിങ്ക് ദ പൊസിഷൻ ഡിഫൈൻഡ് ബൈ ദ ഔട്ട്പുട്ട് ലിങ്ക് ആ ഫിഗറിൽ എങ്ങനെയാണുള്ളത് അതുപോലെയാണ്. അതിനർത്ഥം 60 ഡിഗ്രിന്ന് ആ ആംഗിൾ ഇൻപുട്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക, 90 ഡിഗ്രിയിൽ എത്തിയെന്നിരിക്കുക. സോ ആസ് ആൻഡ് വെൻ ദ ഇൻപുട്ട് ആംഗിൾ ഇൻക്രീസസ്, അതിന്റെ കൂടെ സംഭവിക്കുന്നത് ദ ഔട്ട്പുട്ട് ലിങ്ക് വിൽ ഓൾസോ ഗെറ്റ് ചേഞ്ച്. അതിന്റെ പൊസിഷനും മാറും. അവിടെയും ഇഫ് യു കൺസിഡർ ആൻ ആംഗിൾ, ആ ആംഗിൾ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. സോ ഈ ഇൻപുട്ട് കൊടുക്കുന്നതിന് പ്രിസൈസ് ആയിട്ട് 101% എന്താ പറയാ, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടുന്ന ചില, അതായത് ത്രൂ ഔട്ട് 0 to 180 degree നമുക്ക് ഡിസൈഡ് ആയിട്ട് തന്നെ ഔട്ട്പുട്ട് ലിങ്ക് പോകണമെന്നില്ല. ബട്ട് 0 to 180 degree ഇടയിൽ certain ആംഗിൾസ് സെലക്ട് ചെയ്താൽ, ഇപ്പൊ 30 ഡിഗ്രിയിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ എത്തുമ്പോൾ, ഓർ 120 ഡിഗ്രിയിൽ എത്തുമ്പോൾ, 140 ഡിഗ്രിയിൽ എത്തുമ്പോൾ,
അറ്റ്ലീസ്റ്റ് ഈ ആംഗിൾസ് കവർ ചെയ്യുന്ന സമയത്തെങ്കിലും ഔട്ട്പുട്ട് ലിങ്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ പൊസിഷനിലായിരിക്കണം. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ആ 30 ഡിഗ്രി 45 ഡിഗ്രി 120 ഡിഗ്രി 140 ഡിഗ്രി ഇതൊക്കെയാണ് ആ പ്രിസിഷൻ പോയിന്റ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ 30 45 120 140 4 പ്രിസിഷൻ പോയിന്റ്സ് ഉണ്ട് അല്ലെ. അങ്ങനെ എത്ര പ്രിസിഷൻ പോയിന്റ്സ് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്യാം. പ്രിസിഷൻ പോയിന്റ്സ് കൂടുന്നതിന് ദ ആക്യുറസി ഓഫ് അവർ മെക്കാനിസം ഇൻക്രീസസ്. കാരണം നമ്മൾ കൂട്ടി പ്രിസിഷൻ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആ പോയിന്റ്സിലൊക്കെ നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടണം എന്ന നിർബന്ധ ബുദ്ധി വരും. സോ മോർ ആൻഡ് മോർ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും മെക്കാനിസം ഡെവലപ്പ് ആവുക. ഇനി ഇങ്ങനെ പ്രിസിഷൻ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടൻ ടെക്നിക്സ് ആണ്. ആ ടെക്നിക്കൽ ആ ഒരു മെത്തഡോളജി മുന്നോട്ട് വെച്ച് സയന്റിസ്റ്റ് ആയി റിലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ പേര് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് നോൺ ആസ് ചെബിഷേവ്സ് സ്പേസിംഗ് ഓഫ് ആക്യുറസി പോയിന്റ്സ്. ഇറ്റ്സ് ബേസിക്കലി ഒരു ഇക്വേഷൻ ആണ് മുന്നോട്ട് വെക്കുന്നത്. ചെബിഷേവ്സ് സ്പേസിംഗ് ഓഫ് ആക്യുറസി പോയിന്റ്സ്. ഇപ്പം n ആണ് നമ്പർ ഓഫ് ആക്യുറസി പ്രിസിഷൻ പോയിന്റ്സ് എങ്കിൽ that will fall within the range of equation നോക്ക് xs less than or equal to x less than or equal to xf. എന്താണ് അതെന്ന് ചോദിച്ചാൽ x എന്താണ്, if y is our output function, y ആണ് ഔട്ട്പുട്ട് എങ്കിൽ it is a function of x, so y is equal to f of x. so നമ്മളുടെ വേരി ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ x എന്ന് പറയുന്നത്. സോ ഈ എക്സിനൊരു റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ച് എങ്ങനെയാണ്, x സ്റ്റാർട്ട് ആൻഡ് എക്സ് എഫ്, എക്സ് എഫ് എക്സ് എന്ന് എഴുതാം, എക്സ് ഫൈനൽ അല്ലെങ്കിൽ എക്സ് എൻഡിങ്. ഇതിന്റെ ഇടയിലായിരിക്കും എപ്പോഴും എക്സിന്റെ വേരിയേഷൻ. ദർ വിൽ ബി എ സ്റ്റാർട്ടിംഗ് വാല്യൂ ഫോർ ദ വേരിയിങ് ഫംഗ്ഷൻ എക്സ് ആൻഡ് എ ഫൈനൽ വാല്യൂ ഫോർ ദ വേരിയിങ് ഫംഗ്ഷൻ എക്സ്. ഇൻ ബിറ്റ്വീൻ ഫോളോ ചെയ്യുന്ന കുറെ വാല്യൂസിലാണ് നമ്മൾ n എന്ന ആക്യുറസി പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദ ഇക്വേഷൻ ഒബ്റ്റെയിനിങ് ഫോർ ദ ആക്യുറസി പോയിന്റ്സ് ആണ് താഴെ കൊടുത്തുള്ള ഇക്വേഷൻ. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടു എന്നിട്ടിട്ട് അതിന് മോഡിഫൈ ചെയ്ത ഇക്വേഷൻ എഴുതണ്ട. ഫസ്റ്റ് ഇക്വേഷൻ നോട്ട് ഡൗൺ ചെയ്യാം. എക്സ് ജെ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സ് എസ് പ്ലസ് എക്സ് എഫ് മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് എഫ് മൈനസ് എക്സ് എസ് മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഓഫ് പൈ ബ്രാക്കറ്റിൽ 2j മൈനസ് 1 ഡിവൈഡഡ് ബൈ 2n. ആ ഇക്വേഷൻ എഴുതിയെടുക്കുക. വേർ എക്സ് ജെ എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ പോയിന്റ്സ് ആണ്. ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എഫ് മൈനസ് എക്സ് എസ്, അത് റേഞ്ച് ആണ്, വിച്ച് വിൽ ഫോൾ വിത്തിൻ എക്സ് എഫ് ആൻഡ് എക്സ് എസ്. ആൻഡ് ദ സഫിക്സ് ജെ ഈസ് ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു n. എഴുതി വെക്കുക. എന്താണ് ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് നമ്മൾ ന്യൂമറിക്കലിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ y ഈക്വൽ എഫ് ഓഫ് എക്സ് ഞാൻ പറഞ്ഞു. y ഈക്വൽ x റൈസ് ടു 1.2 അങ്ങനെയാണെങ്കിൽ y എന്താണ്, എക്സിന്റെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് അല്ലെ. y ഈക്വൽ x റൈസ് ടു 1.2 അല്ലെങ്കിൽ y ഈക്വൽ ടു log 10 log to the base 10 of 25 of x എന്ന് എഴുതിയെന്താ, ഇറ്റ്സ് ബേസിക്കലി എന്താണ്, y തന്നെയാണ് കാണിക്കുന്നത് അല്ലെ. സോ ഇതിന്റെ പ്രിസിഷൻ പോയിന്റ് ഇപ്പൊ y ഈക്വൽ x റൈസ് ടു 1.5 എന്ന് പറഞ്ഞാൽ x വേരിയബിൾ according to that y also varies. So x in the precision is x1 2 x3 etc etc. So x1 raised to 1.5, x2 raised to 1.5, x3 raised to 1.5. If x1 x2 x3 മൂന്ന് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന y ആയിരിക്കും ഔട്ട്പുട്ട്. അതിനാണ് നമ്മൾ precision points x1 x2 x3 എന്ന് പറയുന്നത്. നമ്മളോട് ഇപ്പൊ y ഈക്വൽ x റൈസ് ടു 1.5 എന്ന ഇക്വേഷൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ the range of x will fall between 0 to 4 നോ അല്ലെങ്കിൽ എന്താ 2.5 to 3.6 നോ അങ്ങനെ നമുക്ക് പറയും. സോ അവിടെ 0 to 4 x falls between 0 to 4 ആണെങ്കിൽ എക്സിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആയിരിക്കും, എക്സിന്റെ ഫിനിഷിംഗ് വാല്യൂ 4 ആയിരിക്കും, എക്സ് എസും എക്സ് എഫ്. ഇപ്പൊ 2.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4.5 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് കമ്മിങ് വിത്തിൻ ദ റേഞ്ച് ഓഫ് 2.5 to 4.5. That means 2.5 will be the value of x suffix s, x start, and 4.5 will be the value of x suffix f അല്ലെങ്കിൽ x final. I hope you are able to understand.
So within that range, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും ഫൈൻഡ് ഔട്ട് 6 accuracy points. So 6 accuracy points പറഞ്ഞാൽ എക്സ് ജെന്റെ സ്ഥാനത്ത് എന്ത് വരും? x1, x2, x3 അങ്ങനെ x6 വരെ വരും അല്ലെ? അപ്പൊ ആ ഓരോ കാര്യത്തിലും ആ ഇക്വേഷൻ ഇപ്പൊ x1 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് സ്റ്റാർട്ട് പ്ലസ് എക്സ് എഫ്. എക്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ് എക്സിന്റെ ഫസ്റ്റ് വാല്യൂ. എക്സ് ഫൈനൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒന്നുകിൽ 0 to 4 അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഏതാ റേഞ്ച് തരുന്നത് 2.5 to 4.5 ആണെങ്കിൽ എക്സ് സ്റ്റാർട്ട് 2.5, എക്സ് എഫ് 4.5. അടുത്ത മൈനസ് ഹാഫ് ഇൻറ്റു അഗെയിൻ സെയിം മൾട്ടിപ്ലൈ ബൈ കോസ് ഓഫ് പൈ ഇൻറ്റു 2j. അവിടെ ജെന്റെ എക്സ് 1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ബ്രാക്കറ്റിലുള്ള ജെ 1 ആവും. എക്സ് 2 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ബ്രാക്കറ്റിലുള്ള ജെ 2 ആവും. അപ്പം ദ ജെ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് പ്രിസിഷൻ പോയിന്റ്സ്. സോ പൈ ഇൻറ്റു 2 ജെന്റെ വാല്യൂ എന്താണോ അത് -1 ഡിവൈഡഡ് ബൈ 2n ഉണ്ട്. വാട്ട് ഈസ് n there? n is the total number of precision points that you are going to calculate. 6 precision points ആണെങ്കിൽ n 6, 3 ആണെങ്കിൽ n 3, എക്സെട്ര എക്സെട്ര. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? സി കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ന്യൂമറിക്കലിലേക്ക് കടക്കുമ്പോൾ when we write down this one and apply it in a numerical. ഇവിടെ പറയുന്ന വോയിസ് ക്ലിയർ ആകുന്നില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. ഡു വൺ തിങ് ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക. റൈറ്റ് ഡൗൺ ദിസ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ അതായത് നേരത്തെ തൊട്ട് മുന്നേ കാണിച്ച ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക. ഈ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. തൽക്കാലം ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക. ഇക്വേഷൻ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഗിവ് മി എ മെസ്സേജ്, ഒരു മെസ്സേജ് എഴുതുക ചാറ്റ് ബോക്സിൽ. എഴുതിയോ? ഇക്വേഷൻ എഴുതിയോ? ഓക്കെ. ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ടേക്ക് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 13.17. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്ക് വിത്ത് ദ ഫിഗർ. ഇതേ ഫിഗറാണ് ഞാൻ ബോർഡിൽ വരച്ചിട്ടുള്ളത്. ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ റിലേറ്റ് ചെയ്ത് ന്യൂമറിക്കൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സോ ഡിഫറൻഷ്യൽ ഗിയറിന്റെ അറേഞ്ച്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് എപ്പിസൈക്ലിക് ഗിയറിന്റെ ന്യൂമറിക്കലാണ്.
ടേക്ക് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. നാളത്തേക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. എഴുതിയ ക്വസ്റ്റ്യൻ എഴുതിയ ഫിഗർ വരച്ചാ? ഫിഗർ വരച്ചാ? ക്വസ്റ്റ്യൻ ഫിഗർ വരച്ചാ?
ഒരു മെസ്സേജ് വരച്ചോ. ഓക്കെ 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 ഓക്കെ. സോ ഇത് നാളത്തേക്ക് എന്തായാലും ഫിനിഷ് ചെയ്യണേ ഈ ന്യൂമറിക്കല്. ബാക്കി സിന്തസിസുമായിട്ട് വിൽ കണ്ടിന്യൂ ടുമോറോ. ഞാൻ ഒന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. അദ്വൈത്, സാർ. പ്രസന്റ് സാർ. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് നെക്സ്റ്റ് ക്ലാസ്സിലുള്ള അടുത്ത് എടുക്കാം. ഞാൻ ഇതിൽ കാണാത്ത ആരാ ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ട് വിളിക്കാം. ഇതൊന്നും കേൾക്കുന്നില്ല, ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നൊന്നും കേൾക്കുന്നില്ല. അറ്റൻഡൻസ് ഞാൻ നെക്സ്റ്റ് അവറിൽ അടുത്തുള്ള അവരിൽ നിന്ന് എടുക്കാം. ഓക്കെ, സോ താങ്ക് യു. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.